ഹലോ, എന്തെല്ലാന്ന് നമ്മൾ ഇന്നിങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകലാന്ന്. മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്തുള്ള ഹെയിലില്ല മീൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. നമ്മൾ താമസിക്കുന്ന ഭാഗത്ത് നിന്ന് പോയി റോഡ് മുറിച്ച് ഓവർ ബ്രിഡ്ജ് വഴി കടന്ന് അപ്പുറമാണ് ഹെയിൽ നോർത്തിലുള്ള മീൻ മാർക്കറ്റ്. നമ്മൾ റോഡ് മുറിച്ച് അപ്പുറമെത്തി. ഇവിടെ ചെറിയ ഷോപ്പും കാര്യങ്ങളും പിന്നെ മീൻ മാർക്കറ്റും എല്ലാം ആയിട്ട് അത്യാവശ്യം ക്രൗഡിലെ ഒരു സ്ഥലമാണ്. അവിടെ അടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്തുള്ള മീൻ മാർക്കറ്റിൽ പോയി അവിടെ നോക്കുമ്പോൾ എല്ലാ മീനും ഉണ്ട്. നമ്മളെ നാട്ടിലുള്ള പോലെയല്ല, ഒരുപാട് ഐറ്റംസ് മീനുണ്ട്. നമ്മളെ നാട്ടിലുള്ള മീനുകൾക്ക് പുറമെ ഇവിടെയുള്ള കുറേ എന്തെല്ലോ മീനുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയത് നമുക്ക് ഇവിടുത്തെ മീനിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ടേസ്റ്റും ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മളെ നാട്ടിൽ തന്നെയില്ല അയില മത്തി പോലെയുള്ള മീനെല്ലാം നമ്മൾ നോക്കിയത്. കൂട്ടത്തിൽ കുറച്ച് ഫ്രഷ് ആയിട്ട് തോന്നിയ അയില മീനും വാങ്ങി റൂമിലെത്തി രാത്രി തന്നെ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. അത് വെച്ച് ഇന്ന് ഉച്ചക്ക് തേങ്ങ അരച്ച അയിലക്കറിയും അയില പൊരിച്ചതും അതേപോലെ തന്നെ അയിലേൻ്റെ തല വരട്ടിയെടുത്തതുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അയില കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം മുറിച്ചിട്ട് വെച്ച് അതിന് വേണ്ടി കുറച്ച് പുളിയും എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് എണ്ണ ഒഴിച്ച് കടു ഉലുവ പൊട്ടിച്ച് അതിലേക്ക് മുറിച്ചിട്ട് വെച്ച ഉള്ളി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കുറച്ച് ഫിഷ് മസാലയും ഇട്ട് അപ്പോഴേക്ക് അതെല്ലാം ഒന്ന് വാടി വന്ന് അതിനുശേഷം മുറിച്ചിട്ട് വെച്ചിട്ടുള്ള തക്കാളി എടുത്ത് അതിലിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്തു. അതിലേക്ക് എടുത്തു വെച്ച കറിവേപ്പില ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ഇട്ട് എല്ലാം കൂടി ഒന്ന് വാടി പാകമായതിനു ശേഷം ഓഫാക്കി വെച്ചു. അപ്പോഴേക്കും കുക്കറിൽ വെച്ചിട്ടുള്ള ചോറ് റെഡിയായി. ഒപ്പം തന്നെ മസാല ഇട്ട് റെഡിയാക്കി വെച്ച വാൽക്കഷ്ണം എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. മീനിന്റെ തലഭാഗവും കളഞ്ഞില്ല, അതും ഒന്ന് വരട്ടി. അപ്പോഴേക്കും കറിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചതെല്ലാം ഒന്ന് തണിഞ്ഞു വന്നു. അതിന് ശേഷം അതെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തു. ശേഷം വീണ്ടും സ്റ്റൗവിൽ വെച്ച് തിള വന്നു. അപ്പോഴേക്കും കുറച്ച് തേങ്ങ എടുത്ത് അരച്ച് അരപ്പ് അതിലേക്ക് ചേർത്ത് ഇളക്കി. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീനിന്റെ കഷ്ണങ്ങളും ഇട്ട് നേരത്തെ പുളിയിട്ട് വെച്ച വെള്ളവും അതിലേക്ക് ഒഴിച്ച് കുറച്ച് കുടംപുളിയും ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച് കറി റെഡിയാക്കി. ചൂടോടെയുള്ള തേങ്ങ അരച്ച അയിലക്കറിയും അയില പൊരിച്ചതും അയില തല വരട്ടിയതും ഇന്നലത്തെ കുറച്ച് സാമ്പാറും നമ്മളെ സ്വന്തം അച്ചാറും കൂട്ടി ചോറ് തിന്നു. ഇതാണ് എന്റെ മീൻ മേടിച്ച് മീൻകറി വെച്ച് മീനും കൂട്ടി ചോറ് തിന്ന വിശേഷം. ഇത് അത്രയേലും കാര്യം. അപ്പോൾ താങ്ക് യു.